കമ്മ്യൂണിറ്റി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി അമേരിക്കയിലും വിപുലമായി തന്നെ ആഘോഷിച്ചു. ഹോളി ആഘോഷങ്ങളിൽ സജീവമായി തന്നെ ഇന്ത്യൻ സമൂഹം പങ്കെടുത്തു. ഷിക്കാഗോയിലെ ഹിന്ദു ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ഹോളി ആഘോഷങ്ങൾ ഏറെ മികവുറ്റതായി. US റൗണ്ടപ്പിന് വേണ്ടി ജസീൻ ഹംസ. പരസ്പരം വർണ്ണങ്ങൾ പാരിപ്പോയി എല്ലാവർക്കും നന്മ കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇവിടെ ഹോളി ആഘോഷത്തിന്റെ തിരക്കിലാണ്. Holi is the biggest festival, so yes. What do you guys miss from India? More crowd, more colors, and water Holi especially. So every year we come here because we get gathering and we get colors. Nice. So we still miss the family, but these are all friends. ഹായ്, നമുക്ക് നാട്ടിൽ നിന്നുള്ള രണ്ടുപേരെ പരിചയപ്പെടാം. ഇവിടുന്ന് എന്താണ് പേര്? പേര് മോനു. മോനു വർഗീസ്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട് 28 വർഷമായി. എല്ലാ വർഷവും ഇവിടെ ഹോളി സെലിബ്രേറ്റ്? ഇവിടെ ആദ്യമായിട്ടാണ് ഇതിന് വരുന്നത്, പക്ഷെ നേരത്തെ ഈ അവിടെ വന്നിട്ടുണ്ട്. എന്ത് പറയുന്നു ഇവിടുത്തെ ആഘോഷത്തെ കുറിച്ച്? ഓ അമേസിംഗ്, ഇറ്റ്സ് വണ്ടർഫുൾ. നാട്ടിലുള്ള എന്താണ് മിസ് ചെയ്യുന്നത്? നാട്ടിൽ നിന്ന് എന്താ മിസ് ചെയ്യുന്നത് ഇവിടെ? ഇതൊക്കെ തന്നെയാണ് നാട്ടിലെ മിസ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരാണ്, അപ്പൊ ഇത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് എന്താണ് ഈ സെലിബ്രേഷനെ കുറിച്ച് പറയുന്നത്? I love it. എനിക്ക് ഇവിടെ വന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു, ഒത്തിരി ഹോളി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആർമിയിലായിരുന്നു, അപ്പോൾ എല്ലാ വർഷവും ഹോളി സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ വന്ന് സെലിബ്രേറ്റ് നല്ല ഫണ്ണാണ്. ഹാവിങ് റിയൽ ഫൺ. ഇറ്റ്സ് റിയലി ഗുഡ്. താങ്ക് യു മാം. This is my first lifetime experience, so I really enjoy it. This is the first time she brought me here, so I really liked it. നാട്ടിലുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടിലെ ആൾക്കാർക്ക് ഞങ്ങളിവിടെ തണുപ്പായിട്ടും 30 ഡിഗ്രീസ് ആയിട്ടും ഞങ്ങളിവിടെ തണുത്ത് വിറച്ച് നിന്ന് ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല വെതറുണ്ട്, നല്ലപോലെ ആഘോഷിക്കാം. താങ്ക് യു. നാട്ടിൽ നിന്ന് എന്താണ് മിസ് ചെയ്യുന്നത് ഇവിടെ? നാട്ടിലെ എല്ലാവരും, അമ്മ, അച്ഛൻ, ഫാമിലി. അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഏഷ്യാനെറ്റ് വഴി? ഹാപ്പി ഹോളി. മക്കൾക്കെല്ലാം ഇവിടെ ഭയങ്കര സന്തോഷമാണോ ഹോളി ആഘോഷിക്കാൻ? നാട്ടിലെ ഹോളി ആഘോഷിക്കാറുണ്ടോ? ഉണ്ടല്ലേ. What do you guys miss in India here? Our family. Your family. Yeah. Do you have say anything to your family? I love you all. Happy Holi. Happy Holi. This is my first year to be in Holi. Are you excited? Oh yes, of course. ജാതി മത വർണ്ണ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ ഹോളി ആഘോഷിക്കുകയാണ്. വർണ്ണാഭമായ ആദ്യ ഹോളിയുടെ സന്തോഷത്തോടു കൂടി ഷിക്കാഗോയിൽ നിന്നും ക്യാമറമാൻ അലൻ ജോർജിനോടൊപ്പം ജസീം. കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഡാലസിന്റെ ആഭിമുഖ്യത്തിൽ ലോക പ്രാർത്ഥനാ ദിനം സംഘടിപ്പിച്ചു. ഡാലസിലെ 25 പരം പള്ളികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. റെവറൻഡ് ഫാദർ രാജു ഡാനിയൽ, വെരി റെവറൻഡ് VM തോമസ് കോറെപ്പിസ്കോപ്പ, സെക്രട്ടറി അലക്സ് അലക്സാണ്ടർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡാലസിൽ 21 ഇടവകൾ ചേർന്ന് കേരള എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വിമൻസ് വേൾഡ് ഡേ ഓഫ് പ്രെയർ നടത്തുകയുണ്ടായി. ഈ വർഷത്തെ ഹോസ്റ്റിംഗ് പാരിഷ് സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് വലിയ പള്ളി ഫാർമേഴ്സ് ബ്രാഞ്ച് ആയിരുന്നു.
ഭാഗം തിരഞ്ഞെടുക്കുകയും അവർ പ്രാധാന്യം നൽകുന്ന ദൗത്യം, നീതി, സമാധാനം എന്നിവയുടെ പരിപാലനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയെ ഉയർത്തി കാണിച്ച് ആരാധനാക്രമങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. Women's World Day Prayer is a worldwide ecumenical movement of Christian women of many traditions who come together to observe a common day of prayer and action. This year, World Day Prayer theme is Am I Being Unfair to You? ഞാൻ നിങ്ങളോട് അന്യായം പ്രവർത്തിച്ചു. It is taken from St. Matthew chapter 20 verses 1 through 16. I want to take this opportunity to welcome to you all. I sincerely welcome to 2017 Kerala Ecumenical Christian Fellowship President, the Reverend V.M. Thomas Corpuscopa, and all the priests of each of the churches, as well as each and every participant from all the participating churches. യജമാനന്മാരെ, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. കോരഹിനോടൊത്ത് യഹോവയുടെ എതിർപ്പവരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിവുള്ളത്. ഞങ്ങളുടെ പിതാവിന് പുത്രന്മാരുണ്ടായിരുന്നു. അവന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് സ്ത്രീകളായ ഞങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നൽകണം. ഞങ്ങളുടെ പിതാവിന്റെ നാമം ഇസ്രായേലിൽ അന്യം നിൽക്കാതിരിക്കാൻ അവന്റെ അവകാശം ഞങ്ങൾക്ക് നൽകിയേ തീരും. കുഞ്ഞെ, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഇസ്രായേൽ കുലത്തിന് യഹോവയുടെ നിയമങ്ങൾ പാലിച്ചേ മതിയാവും. ആ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്നവരാണ് നാം. ഇസ്രായേലിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യം എഴുന്നള്ളിക്കാനാണോ നിങ്ങൾ ഇവിടെ വന്നത്? യഹോവയുടെ വിശുദ്ധ സ്ഥലമാണിത്, മറക്കണ്ട. യഹോവയുടെ വിശുദ്ധ കൂടാരത്തിന് മുമ്പിൽ നിന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തരണം. യഹോവ കൽപ്പിതമായ ഇസ്രായേലിന്റെ നിയമങ്ങൾ അങ്ങനെ മാറ്റാവുന്നതല്ല. സ്ത്രീകൾ പുരുഷന്റെ അധീനതയിൽ കഴിയേണ്ടവർ ആണ്. അതിന് മാറ്റമുണ്ടാവുവാൻ പാടില്ല. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ അർഹതപ്പെട്ടതല്ലേ ദൈവമക്കൾ എന്ന പദവി? പിന്നെ അവരെ തരം താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ്. അതെ, ആദ്യ പുരുഷനിൽ നിന്നും അവന്റെ മാംസത്തിൽ നിന്നും മാംസവും മജ്ജയിൽ നിന്നും മജ്ജയുമായി അവന് ഇണയായി തുണയായി ആണ് പെണ്ണിനെ സൃഷ്ടിച്ചത്, അല്ലാതെ അവന്റെ അടിമയായിട്ടല്ല. So the laborers from the first hour, you would think that they've been spending that much time with their master. You would think that they would get to know the master more in order to not ask that question, how is this fair? US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.